നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ടൈപ്പ് ആണ്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് വേറെയും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മുന്നേ ഒരു വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് ഫോബിയ വരുന്നുണ്ട്, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ വരുന്നുണ്ട്, സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ വരുന്നുണ്ട്, സെലക്റ്റീവ് മ്യൂട്ടിസം കുട്ടികളിലൊക്കെ കാണുന്ന അവരുടെ ഒരു പേടി കാരണം അവർ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ മടിക്കുന്നു എന്നുള്ള ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വരും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ വരാം. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ അഥവാ GAD കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെറി, എല്ലാത്തിനെ കുറിച്ചും ടെൻഷൻ അടിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരിൽ കാണാൻ പറ്റും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാരണം ഇല്ലാണ്ട് തന്നെ വിതൗട്ട് എ പ്രോപ്പർ റീസൺ അവർ കുറേ കാര്യങ്ങളെ കുറിച്ച് ഓവർലി കൺസേൺഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് എല്ലാതും ടെൻഷൻ അടിക്കുക, അതായത് മറ്റുള്ളവർ ഈസി ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഇവർ ഒത്തിരി ടെൻഷൻ അടിക്കുക. അവിടെ ആ ഒരു എന്താ പറയാ, അവർക്ക് അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും അവർക്ക് പ്രസന്റിൽ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്തരം പേഷ്യൻസിൽ നമുക്ക് കാണാൻ പറ്റും. ആൻസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ കുറച്ചൊക്കെ ആൻസൈറ്റി ഉണ്ട്. പക്ഷെ അതൊരു പരിധി കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അപ്പൊ ആൻസൈറ്റി വളരെ പേടി എന്നൊക്കെ പറയുന്നത് വളരെ നല്ല പരിണാമപരമായിട്ട് മനുഷ്യന് കിട്ടിയ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അതായത് പേടി എന്ന് പറയുമ്പോൾ ഒരു പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്ന മനുഷ്യൻ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇമോഷൻസ് ആണ് ഇതൊക്കെ തന്നെ. നാളെ എക്സാം ഉണ്ടെന്ന് അറിഞ്ഞ് ആൻഷ്യസ് ആവുന്ന കുട്ടിയെ ഇന്ന് പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് അവർക്കൊരു എന്താ പറയുക സീരിയസ്നെസ് ഉണ്ടാവില്ല എന്നായിരിക്കും. അപ്പോൾ ആൻസൈറ്റി ഒരു പരിധി വരെ ഇറ്റ്സ് ഫൈൻ, പക്ഷെ അത് കഴിഞ്ഞ് അത് നമ്മളുടെ കൺട്രോൾ വിട്ട് പോകുന്നു, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിച്ചു തുടങ്ങുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഈ ആൻസൈറ്റി കാരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് അതൊരു ഡിസോർഡർ ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ആൻസൈറ്റി കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളിടത്താണ് അതൊരു ഡിസോർഡർ ലെവലിലേക്ക് പോകുന്നത്. സോ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൽ മെയിൻലി കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാ കാര്യത്തിനെ കുറിച്ചും അവർ ഓവർലി കൺസേൺഡ് ആയിരിക്കും, ഓവർലി വെറീഡ് ആവും. അതായത് ഇപ്പോൾ എക്സസീവ് വെറി എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്റ്റിലും, ഇപ്പൊ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നതായിരിക്കാം, ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഫിനാൻസ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ചും എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയും സമാധാനവും ഇല്ല. എല്ലാം ഇങ്ങനെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടീഷൻ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒരു ധൃതി എപ്പോഴും, എന്താ പറയുക, കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യും. കുറേ തോട്ട്സ് ചെറിയൊരു ടൈം പീരീഡിൽ വന്നു പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവരിൽ കാണാൻ പറ്റും. അത് ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എനർജി കുറെ ഡ്രെയിൻഡ് ആവും. മാത്രമല്ല ഇറിറ്റബിൾ ആയിരിക്കും, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക. സോ ഒരു പെട്ടെന്ന് ക്ഷീണിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ഫെറ്റീഗ്നെസ്, പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും. അവരുടെ സ്ലീപ്പ്, ഡയറ്റ്, ഇതിനെയൊക്കെ ഇത് ബാധിച്ചു തുടങ്ങും. സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വരാം, പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണരാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. മസിൽ റിജിഡ്നെസ്, മസിൽ സ്റ്റിഫ്നെസ്, അതായത് ഒരു പരിധി കഴിയുമ്പോൾ മനസ്സിലുള്ള ഉത്കണ്ഠ ഒരു പരിധി കഴിയുമ്പോൾ ശരീരം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് മസിലിൽ പെയിൻ വരാം. ഇപ്പൊ പാനിക് അറ്റാക്ക് ആയിട്ടല്ലെങ്കിലും പാനിക്കിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ, ഇപ്പൊ ഒരു ട്രിഗർ വരുന്ന സമയത്ത്, നമുക്കൊരു പേടി വരുന്ന സമയത്ത് നമ്മൾ അതിനോട് ബോഡി റെസ്പോണ്ട് ചെയ്യും. ഹാർട്ട് ബീറ്റ് കൂടുന്നതായിരിക്കാം, പാൽപിറ്റേഷൻ ആയിരിക്കാം, ഷിവറിങ്, ഷെയ്ക്കിങ്, ചോക്കിങ്, അങ്ങനത്തെ പല ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങാനുള്ള സാധ്യത ചില പേഷ്യൻസിലും ഉണ്ട്. ആൻഡ് അത് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ട്രിഗർ വരുമ്പോൾ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഒരു ട്രിഗർ വരുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയും, അതായത് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക, അല്ലെങ്കിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇത് ബോഡി കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അവിടെയാണ് ഇതൊരു എന്താ പറയുക, നമ്മളുടെ കൺട്രോൾ വിട്ട് പോകുന്നു എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. ജനിതകപരമായിട്ട് തലമുറകളായിട്ട് പാരന്റ്സിന് ആർക്കെങ്കിലും ആൻസൈറ്റിയോ അല്ലെങ്കിൽ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് കൈമാറി വരാനുള്ള സാധ്യതയുണ്ട്.
അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ കെമിസ്ട്രി ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇപ്പൊ ഡോപ്പമൈൻ, സെറോട്ടോണിൻ പോലുള്ള ആ ഒരു കെമിക്കൽ ചേഞ്ചസ് ഇതിന് വലിയ രീതിയിൽ ബാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ചൈൽഡ്ഹുഡ് പാരന്റിങ് എങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നേ എന്നുള്ളത്. ഓവർലി കൺസേൺഡ് ആയി, ഓവർ പ്രൊട്ടക്റ്റീവ്, ഓവർ കെയറിങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു കൊച്ച് സ്വാഭാവികമായിട്ടും അവരുടെ ലേറ്റസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ ആൻഷ്യസ് ആവും. പല കാര്യങ്ങളും ഫേസ് ചെയ്യാനും അതിനെ തരണം ചെയ്യാനും ഒക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്രോമ, ചെറിയ പ്രായത്തിലുള്ള ഇമോഷണൽ അബ്യൂസ് ആവാം, വെർബൽ അബ്യൂസ് ആവാം, ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാക്കി കൊടുക്കും. അതായത് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ടും വഴിതിരിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ കോഗ്നിഷൻ, ചിന്തയിൽ ഉണ്ടാവുന്ന പല ഡിസ്റ്റോർഷൻസ്, ചിന്തിക്കുന്ന രീതികൾ, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയും. ഒന്നില്ലെങ്കിൽ എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിക് എന്ന് പറയും, അതായത് എല്ലാ സിറ്റുവേഷന്റെയും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആയിരിക്കും ചിന്തിക്കുന്നത്. എല്ലാം നെഗറ്റീവായിട്ട്, ഇതിങ്ങനെ നടക്കും, ഇതിങ്ങനെ നടക്കും. അവരുടെ അതിൽ ഉറച്ചായിട്ട് ദൃഢമായിട്ട് അവരത് വിശ്വസിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മോഡലിംഗ് ഒരു കാരണം. മോഡലിംഗ് എന്ന് പറയുമ്പോൾ റോ ബിഹേവിയേഴ്സും ലേൺഡ് ആയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് എൻ്റെ പാരൻസ് അവർക്കൊരു സ്ട്രെസ് വന്നപ്പോൾ അവർ അതിനെ ഇങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്. സോ അത് കണ്ടിട്ടായിരിക്കും നമ്മളും അത് പഠിക്കുന്നത് എന്നുള്ളത്. എൻവിറോൺമെന്റൽ കോസസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വന്ന ഫാമിലി ഡൈനാമിക്സ് ആയിരിക്കാം, പാരൻസിന്റെ ഇടയിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, പോവർട്ടി ആയിരിക്കാം, പലതും ഒക്കെ തന്നെ ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യാം. പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി സ്വാഭാവികമാണ്, അവർ അവരുടെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത് പല രീതിയിലും അവർക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാക്കി കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. എല്ലാവരിലും വേണം നിർബന്ധമില്ല, പക്ഷെ ആ ഒരു എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ അതിനെ കുറിച്ച് ഇപ്പോൾ ഒരു പ്രസന്റേഷൻ ചെയ്യണം, പ്രസന്റേഷൻ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം അവർക്ക് മുന്നേ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മുന്നേ അവരത് വിനിയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് മൈൻഡ് ആൻഷ്യസ് ആവും എന്നുള്ള രീതിയിൽ അങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെർഫെക്ഷനിസം, പെർഫെക്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതും ഏതെങ്കിലും ഒരു രീതിയിൽ, പെർഫെക്ഷനിസം ഒക്കെ ഓസിഡിയിൽ വരുന്ന ഒരു കണ്ടീഷനാണ്, അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പോൾ. സോ അതും ഒരു രീതിയിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് ചെയ്യുന്നത് തന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും മുന്നേ ലക്ഷണങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ ഒരുപാട് കാലം, ഒരു 6 മാസം എങ്കിലും ആ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് അതൊരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അവരുമായിട്ട് സംസാരിക്കും, അവരുടെ സിംറ്റംസ് നോക്കും, അവരുടെ ലെവൽ ഓഫ് ഇന്റൻസിറ്റി മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി, മുന്നേ എങ്ങനെയായിരുന്നു, വേറെ എന്തെല്ലാം ബുദ്ധിമുട്ട് ഇതിന്റെ കൂടെ ഉണ്ട്, ഏതെങ്കിലും സിംറ്റംസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ, ശാരീരികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടോ, വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടും അസസ്മെന്റ് ടൂൾസ് വെച്ചിട്ട്, അതായത് ആൻസൈറ്റി ചെക്ക് ചെയ്യാൻ കുറെ സ്കെയിൽസ് ഉണ്ട്. അതായത് ഹാമിൽട്ടൺ ആൻസൈറ്റി റേറ്റിംഗ് സ്കെയിൽ, അതുപോലെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിന് വേണ്ടിയിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കെയിൽസ് ഉണ്ട്. സോ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ കോമോബിഡിറ്റി വരാം. ഇപ്പൊ വേറെ ഏതെങ്കിലും ആൻസൈറ്റി റിലേറ്റഡ് ഡിസോർഡേഴ്സ്, PTSD ഒക്കെ തന്നെ സിംറ്റംസ് ഇതിൽ ഓവർലാപ്പ് ചെയ്യാം. സോ ഇതിൽ നിന്നൊക്കെ തന്നെ ഇതൊരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ് എന്നുള്ളത് ഡിഫറൻഷ്യലി ഡയഗ്നോസ് ചെയ്യുക അത്യാവശ്യമാണ്. മൂഡ് ഡിസോർഡേഴ്സിന്റെ കൂടെ കാണാം, ഡിപ്രഷന്റെ കൂടെ ആൻസൈറ്റി കാണുന്ന വ്യക്തികളുണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കൂടെ കാണാം. സബ്സ്റ്റൻസ് അബ്യൂസ് കുറെ കാലം ഉള്ളത് കൊണ്ട് അതൊരു ആൻസൈറ്റിയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ആൻസൈറ്റി ഉള്ള വ്യക്തികൾ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാനും വൈസ് വേഴ്സ ചാൻസസ് ഉണ്ട്. സോ ഇപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു സമയത്തെ ആ ഒരു ടെൻഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്മോക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു സമാധാനമാണ്, ആ ഒരു കൈൻഡ് ഓഫ് ടെമ്പററി എസ്കേപ്പിസം ആണ്, ആൻസൈറ്റിയിൽ നിന്ന് ഒഴിവാകുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറാപ്പിയിലൂടെ തന്നെയാണ്. തെറാപ്പി എന്ന് പറയുമ്പോൾ മെയിൻലി CBT തെറാപ്പി തന്നെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു തോട്ടിൽ ചേഞ്ച് വരണം. ഞാൻ ചിന്തിക്കുന്ന പലതും ഇതെനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്തോളം എനിക്കത് പറ്റില്ല. സോ അങ്ങനെയുള്ള തോട്ട്സിൽ ഇപ്പോ ഞാൻ വെറുക്കുന്നു, അല്ലെങ്കിൽ ഐ ഹെയ്റ്റ് ദോസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ആ ഹെയ്റ്റ് എന്നുള്ളതിനേക്കാളും ഐ പ്രിഫർ ഒരു അവരില്ലാത്ത ഒരു സ്പേസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള രീതിയിൽ തോട്ടിനെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളത് CBTയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് അക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്, ACT. അതായത് കുറെ കാര്യങ്ങൾ, പേടികൾ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യല്ല, നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യല്ല, ബട്ട് അക്സെപ്റ്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഡിപ്പെൻസ്, ഓരോ വ്യക്തിക്കനുസരിച്ചും അത് വാരി ചെയ്യും, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ മൈൻഡ്ഫുൾനെസ് കൊടുക്കും. എല്ലാ തെറാപ്പിയും
വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈൻഡ്ഫുൾനെസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് ബെറ്റർ ആവും. അതായത് റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് CBT ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റിലാക്സേഷനും അതിന്റെ കൂടെ പാരലൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവാം. ചില കേസിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിക്കേഷൻ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ റീസെന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ നമ്മൾ പല മെത്തേഡ്സും ട്രൈ ചെയ്യും. അതായത് ഇപ്പോൾ ഡിജിറ്റൽ ടൂൾസ് നോക്കി ആൻസൈറ്റി അസസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കീറ്റമിൻ തെറാപ്പി, ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ന്യൂറോ ഫീഡ്ബാക്ക് അതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടും നമുക്ക് ആൻസൈറ്റി ട്രീറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന, അതായത് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ഈ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൽ കാണുന്ന ആൻസൈറ്റി. ഓക്കെ, അത് ഇതിന്റെ കുറെ ചാലഞ്ചസ് ഉണ്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ. ഇപ്പോൾ ഇതൊരു ക്രോണിക് ഇൽനെസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ റിലാപ്സ് വരാൻ സാധ്യതയുള്ള, ഈവൻ തോ നമ്മുടെ തെറാപ്പി സെഷൻസ് കഴിഞ്ഞാലും ആൻസൈറ്റി നിലനിൽക്കാം അല്ലെങ്കിൽ റിലാപ്സ് വരാം. അങ്ങനെ കുറെ ചാലഞ്ചസ് ഉണ്ട് ഇതിൽ. ട്രീറ്റ്മെന്റ് റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഇപ്പൊ എല്ലാവരും ഒരേപോലെ ആ ഒരു തെറാപ്പി അല്ലെങ്കിൽ മെഡിസിൻസിനോട് റിസൾട്ട് കാണിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് നമുക്കൊരു കൺട്രോളിൽ കൊണ്ടുവന്ന് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടത് കറക്റ്റ് സമയത്ത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റ് സമയത്ത് തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. താങ്ക് യു.